ഹായ്, എൻ്റെ പേര് നീതു. ഞാൻ സൗദി അറേബ്യയിൽ ഒരു നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BP-യുടെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ഞാനിത് ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാളും കൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഒരുപാട് പേഷ്യൻസ് അവരിവിടെ ഡോക്ടറിനെ കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ പേഷ്യൻസിന് ആദ്യം നമ്മളാണ് അവരെ ചെക്ക് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ വൈറ്റൽ സയൻസ് പറയും, ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ അവരുടെ ടെമ്പറേച്ചർ, അവരുടെ പൾസ്, അവരുടെ സാച്ചുറേഷൻ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് നോർമൽ ആണെങ്കിലാണ് നമ്മൾ ആ പേഷ്യൻസിന് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തോട്ട് വിടുന്നത്. അപ്പോൾ അത് അവരുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ പേഷ്യൻസിനെ അങ്ങനെ കണ്ടേക്കുന്നത്, കുറേ മലയാളികൾ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്ഡ് ആണ്. അതുപോലെ തന്നെ ഒത്തിരി നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മാറിയൊക്കെ നിന്നിട്ട് ഒക്കെ ആയിരിക്കാം. അത് അവർ മറന്നു പോയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവർ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ BP ഓൾറെഡി ഉള്ള ആളുകളാണ്. പക്ഷേ അവർ മെഡിസിൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ BP ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ 190, 110, അതുപോലെ തന്നെ 220, 110 അങ്ങനെയൊക്കെ. അപ്പം ഇവരോട് നമ്മൾ ചോദിക്കും, ചേട്ടന് വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ തലവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊന്നും കാണില്ല കേട്ടോ. അതാ പറയുന്നത് BP ഒരു എന്താ പറയുന്നത് സൈലൻറ്റ് കില്ലർ ആണെന്ന് പറയുന്നതിൻ്റെ കാരണം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഈ പേഷ്യൻസ് ഒന്നും ഹോസ്പിറ്റലിൽ വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഈ സ്ട്രോക്കൊക്കെ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെത്തൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ BP മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്ര നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ BP-യുടെ മെഡിസിൻസൊക്കെ കഴിക്കുന്ന പ്രായമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മളത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഡോക്ടറുടെ അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇല്ലാതെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ അഷുറൻസ് ഉണ്ടാവണം. നിങ്ങൾ എന്താ പറയുക, നല്ല രീതിയിലൊരു ലൈഫ് സ്റ്റൈൽസും കാര്യങ്ങളും, അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്, നിങ്ങളുടെ ഡയറ്റ് പാറ്റേൺ, നിങ്ങളുടെ എക്സസൈസ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ച് നാൾ നിങ്ങൾക്കത് ഫോളോ ചെയ്തിട്ട് ഒരു വൈദ്യപരിശോധനയ്ക്ക് ശേഷം നിങ്ങളുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഒരിക്കലും നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കും അത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് BP ഒരു സൈലൻറ്റ് കില്ലറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹൈ ബ്ലഡ് പ്രഷറൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നൊക്കെ ഉണ്ട് അറിയാതെ. അപ്പോൾ ഇത് എന്താ പറയുക, എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം ഒരുപാട് പേര് ഇവിടെ വന്ന് ഹൈ BP ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ പറഞ്ഞു കഴിയും